ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യത്തെ സ്കൂളിൽ ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ട് ആദ്യം പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ആദ്യമൊന്ന് മുടിയൊക്കെ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തലേന്ന് പോയിട്ടാണ് ആദ്യം ഞാൻ ഓണക്കോടി എടുത്തത്. അതിക്ക് മുമ്പ് എടുത്തത് ഫ്രോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം എന്തായാലും പട്ടുപാവാടയും ബ്ലൗസ് വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പട്ടുപാവാടയും ബ്ലൗസ് ആയിരിക്കും നല്ലതായിരിക്കും എന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തലേന്ന് പോയിട്ട് മേടിച്ച ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. പക്ഷേ നമ്മളുടെ അടുത്തുള്ള ടൗണിൽ നിന്നാണ് മേടിച്ചത്. കാസർഗോഡ് പോയപ്പോൾ ഞാൻ വേറെ കണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷെ അന്ന് മേടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് രണ്ടാൾക്ക് ഒന്നിച്ചെടുക്കുക അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോയിട്ട് എടുക്കുക എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അപ്പോഴേക്കും ലേറ്റായി കുറേ. അങ്ങനെ നമ്മളുടെ അടുത്തുള്ള ടൗണിൽ തന്നെ മേടിച്ചതാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ളൊരു പട്ടുപാവാടയും ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം റെഡി ആയിട്ട് നിൽക്കുന്ന ആദ്യക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ മുല്ലപ്പൂവൊക്കെ മേടിച്ചു. അപ്പോൾ ഹെയർ ബാൻഡൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ നല്ലൊരു ഹെയർ ബാൻഡ് മേടിച്ചു. ആക്ച്വലി ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഹെയർ ബാൻഡ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ചെയ്യാൻ ഒരു ടൈമില്ലാത്തതുകൊണ്ട് നിർത്തി വെച്ചേക്കാണ്. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ആദ്യമാണ് കേട്ടോ ഓണം വരുമ്പോഴേക്കും അമ്മ പൂക്കളിടണം. ഈ തവണത്തെ ഓണത്തിന് പൂക്കളിടണം, പുതിയ ഡ്രസ്സ് മേടിക്കണം, പായസം വെക്കണം, സദ്യ വേണം എന്നൊക്കെ ആദ്യം മുൻകൂട്ടി പറയും. ആദ്യം നേരത്തെ പറയും കേട്ടോ. അങ്ങനെയാണ് ആദ്യം. അതായത് ഇനി അടുത്ത വർഷത്തുള്ള ഓണത്തിന് ആദ്യം ഇന്നേ പ്ലാൻ ചെയ്ത് പറയാൻ തുടങ്ങും. അമ്മ അത് വേണം, ഇത് വേണം, പൂക്കളിടണം എന്നൊക്കെ പറയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഓക്കെ എന്ന് പറയാറേ ഉള്ളൂ. പക്ഷേ എല്ലാ പ്രാവശ്യവും ഓണത്തിന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ വലിയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റാതെ ആവും. അപ്പോൾ ആദ്യം എല്ലാം പറയും. ആദ്യം പറഞ്ഞതൊന്നും ഞാൻ ചെയ്തില്ലെങ്കിൽ ആദ്യം പറയും, അമ്മ വെറുതെ പറഞ്ഞ് പറ്റിക്കണല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ ആലോചിച്ചു, ഇത്തവണ എന്തായാലും ചെറിയ രീതിയിലൊരു ഓണം സെലിബ്രേറ്റ് നമുക്ക് ചെയ്യാം. ഇതുവരെ അങ്ങനെ അത്ര വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളപ്പോഴാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളപ്പോഴാണ് നമ്മൾ ഒരുവിധം ഓണം സെലിബ്രേറ്റ് ചെയ്തത്. സദ്യ മാത്രം ഉണ്ടാക്കും അത്രേ ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. സദ്യ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പൂക്കളിടില്ല അതൊക്കെ ഭയങ്കര കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ പൂക്കളിട്ടെന്നേ ഉള്ളൂ. വലിയ രീതിയിലൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ഇത്തവണ വലിയ രീതിയിലല്ല, ഒരു ചെറിയ രീതിയിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ആദ്യം സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട് നിൽക്കുകയാണ്. ആദ്യക്ക് സ്നാക്സും വാട്ടർ ബോട്ടിലും മാത്രമേ കൊടുക്കാനുള്ളൂ കേട്ടോ. ആദ്യം സ്കൂളിൽ സെലിബ്രേറ്റ് ആയതുകൊണ്ട് ഒന്നും അങ്ങനെ കൊടുത്തയക്കാനൊന്നുമില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നവാണി എണീറ്റ് വന്നിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഓണം, ഹാപ്പി ഓണം. ഒരു നമുക്ക് നമുക്കൊരു ചേച്ചിക്കൊരു മുട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും സ്കൂൾ വാൻ വരും. അപ്പോൾ നമ്മൾ താഴോട്ട് പോകാനുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. എനിക്കണ്ടേ എനിക്ക് വിടോ ഫോട്ടോ കിട്ടുന്ന പോർ നിൽക്ക്. നമ്മൾ ഫോട്ടോ എടുക്കണ്ടേ? ചിരി നോക്കിക്കള്ളി. കണ്ണ വേഗം വാ. ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിലാണ്. പായസം ഉണ്ടായില്ലേ, സാമ്പാർ ഉണ്ടായില്ലേ, അവിയൽ തോരൻ ഉണ്ടായില്ലേ, പപ്പടം ഉണ്ടായില്ലേ, അത് പപ്പടം ഉണ്ടായി. പിന്നെ എന്താ ചെറുത്? ഹാപ്പിയാ ഹാപ്പിയാ. ആദ്യം പിന്നെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തത്. അതുവരെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് പിറ്റേന്നാണ് കേട്ടോ, ശനിയാഴ്ച നമ്മൾ ഉച്ചയ്ക്ക് സാധാരണ സാമ്പാർ പപ്പടമൊക്കെ വെച്ചിട്ടുള്ള ചോറും കറിയൊക്കെ ആയിരുന്നു. ഇഞ്ചമ്പുള്ളി പിന്നെ അവിയലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇന്ന് അതായത് ശനിയാഴ്ച വൈകിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകാനുണ്ട്. ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കണം, പിന്നെ കുറച്ച് പൂക്കളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൗണിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും അനിയനും കുട്ടീസും ഒക്കെ ഒന്നിച്ചാണ് പോയത് കേട്ടോ. എന്തിനാണ് പോയെന്ന് വരെ തോന്നിപ്പോയി. കാരണം അത്രയ്ക്കും ട്രാഫിക് ഫുൾ ബ്ലോക്കായിരുന്നു. അപ്പോൾ ആക്ച്വലി നല്ല തിരക്ക്, ഓണത്തിൻ്റെ തിരക്കാണ് കേട്ടോ. നല്ലോണം പൊതുവേ അവിടെ ട്രാഫിക് ഉണ്ടാവാറുണ്ട്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ 4 ഇരട്ടി തിരക്കുണ്ടായെന്ന് വേണം പറയാനായിട്ട്.
അത്രയും തിരക്കായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് സാധനം മേടിക്കുന്നതൊക്കെ വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ച്, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ അവിടെ അടുത്ത് തന്നെ മേടിച്ചാൽ പോരായിരുന്നു എന്ന് വരെയും തോന്നിപ്പോയി. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് പൂക്കളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നു. ഒരു ഹോട്ടലിൽ കയറിയിട്ട്, അതിക്ക് മുമ്പ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല ഫുഡൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഞാനും കുട്ടീസാണ് കഴിച്ചത് കേട്ടോ. നോൺ വെജ് കഴിച്ചിട്ട്, ഞങ്ങൾ മാത്രം നോൺ വെജ് കഴിച്ചിട്ടാണ് വന്നത്. തിരിച്ച് വന്നപ്പോഴേക്കും നല്ലോണം ടയർഡായിട്ടാണ്. നബുവിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഓണക്കൂടി എൻ്റെ വക എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡിനൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നു. കുറച്ച് അത്യാവശ്യം പൂവ് മേടിച്ച്, ഞങ്ങൾക്ക് ചെറിയൊരു പൂക്കളം ഇടണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കുറച്ച് പൂവ് വാങ്ങിയത്. പക്ഷേ കുറച്ച് അത് അധികമായിപ്പോയി, എന്തായാലും പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് കളറായിട്ടുള്ള പൂക്കളൊക്കെ മേടിച്ച്, നല്ല ഒത്തിരി കളർ വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് മാത്രം മേടിച്ചോളൂ, നമുക്കൊരു ചെറിയൊരു പൂക്കളം മതി എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മേടിച്ചത്. അങ്ങനെ വൈകിട്ട് ഞാനും എൻ്റെ കുട്ടീസും കൂടി ചേർന്ന് പൂവൊക്കെ കിള്ളിയിടാൻ തുടങ്ങിയിട്ട്, അതിക്ക് മുമ്പ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം. അപ്പോൾ ഇത് നമ്മൾ വാഷിംഗ് മെഷീൻ മേടിച്ചതിൻ്റെ ആ ഒരു ഇതില്ലേ തെർമാക്കോളിൻ്റെ ബോക്സാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിലേക്ക് പൂക്കിള്ളി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം കണ്ണനും വന്നിട്ട് എന്നെ നല്ലോണം സഹായിക്കുന്നുണ്ടായിരുന്നു പാവം. അതേപോലെ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, പൂവൊക്കെ കിള്ളി എടുത്തിട്ട് അടർത്തിയൊക്കെ ഇട്ട് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദിക്കും കണ്ണന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദിക്ക് പിന്നീട് വേഗം ഉറക്കം വന്നിട്ട്, ആദിക്ക് മുമ്പേ പൂക്കളിടണമെന്നായിരുന്നു എനിക്ക് വാശിയുണ്ടായത്. നമുക്ക് ഒന്നിച്ച് പൂക്കളിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം പൂവൊക്കെ കിള്ളിയായിട്ട് ആദ്യം കുറേ കഴിയുമ്പോൾ വെയിറ്റ് ചെയ്ത്, ഞാനാണെങ്കിൽ നബു ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൂക്കളിടാം, ഇല്ലെങ്കിൽ അവൾ വന്നിട്ട് അതൊക്കെ എടുത്ത് അങ്ങനെ തട്ടി മാറ്റും, പൂവിട്ട പൂവൊക്കെ മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നബു ഉറങ്ങട്ടെ, അതിന് ശേഷം നമുക്ക് പൂക്കളിടാം. പക്ഷെ നബു ഉറങ്ങണേ ഉണ്ടായിരുന്നില്ല. നബുവിന് മുമ്പ് ആദ്യം ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ പൂക്കളിടേണ്ട ചെയ്തത്. ഇത് വേണ്ട റോസാണ്, പിന്നെ ഉണ്ടമല്ലിപ്പൂ ഓറഞ്ച് കളറും മഞ്ഞ കളറും, പിന്നെ ഒരു പർപ്പിൾ വയലറ്റ് കളറിൻ്റെ വേറെ കുറച്ച് പൂക്കളുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പൂക്കിടാൻ വേണ്ടി തുടങ്ങി. ആദ്യം കണ്ണനെ ഹെൽപ്പ് ചെയ്തു, അവർ രണ്ടാളും ഹെൽപ്പ് ചെയ്തതിൻ്റെ വേഗമായിട്ട്. അതുപോലെ അമ്മയെ ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നബു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് റോസ് ഉണ്ടായിരുന്നു, ഈ കുഞ്ഞു റോസൊക്കെ ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കിള്ളി വേഗം ചെയ്ത് എടുത്ത് വെച്ചു, വേറെ വേറെ പാക്കായിട്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ഞങ്ങൾ നാലാളും കണ്ടില്ലേ, നബു വന്നിട്ട് എൻ്റെ മടിയിൽ ഇരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പൂ എടുത്തിട്ട് അവൾ നോക്കുന്നുണ്ടായിരുന്നു, പിന്നെ കിള്ളാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പൂവൊക്കെ കിള്ളിയതിന് ശേഷം, പൂ അടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് പൂക്കളം ഇടാം, അല്ലെങ്കിൽ നബു വന്നിട്ട് അത് ചീത്താക്കും, നമ്മൾ ഇട്ടതെല്ലാം നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞതൊന്നും നടന്നില്ല കേട്ടോ. പൂക്കളം ലാസ്റ്റ് ആവോളം നമുക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുറേ അടുത്ത് വന്ന് നോക്കാനും തട്ടി മാറ്റാനൊക്കെ നോക്കി, തട്ടി മാറ്റാൻ അല്ലെങ്കിൽ തൊട്ട് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചായിരുന്നു. പക്ഷെ നമ്മൾ മാറ്റി. ലാസ്റ്റ് പോയിൻ്റ് ആയപ്പോഴേക്കും നബുവിന് ഉറക്കം വന്നു, പിന്നെ കരയാനൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ നബുവിനെ ഉറക്കിയതിന് ശേഷം വന്നിട്ടാണ് പിന്നെ പൂക്കളം ഇടുന്നത്. അങ്ങനെ സ്പീഡിൽ നമ്മൾ പൂ കിള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂവെല്ലാം കിള്ളിക്കഴിഞ്ഞപ്പോൾ അമ്മ പറയണ്ടായിരുന്നു വേഗം പൂക്കളം ഇട്ട് കൊടുക്കുക, പിന്നെ ആദ്യം ഉറങ്ങും, കണ്ണൻ ഉറങ്ങും, പിന്നെ എന്തിനാ അവരെ കാണുകയെ പൂക്കളം ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറയണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ വെയിറ്റ് ചെയ്തു നബു ഉറങ്ങാൻ, പക്ഷെ നബു ഉറങ്ങിയില്ല. ഇനി നബു ഉറങ്ങണ കാലത്ത് ബാക്കിയുള്ളവരെല്ലാം കിടന്ന് ഉറങ്ങുമെന്ന് തോന്നിയിട്ട് ഞങ്ങൾ പോയിട്ട് പൂക്കളിടാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ചോക്ക് കൊണ്ടൊന്നും വരയ്ക്കാതെ, എന്താ പറയുക, ഓൺ ദ സ്പോട്ടിലുള്ള ഐഡിയയിലിട്ട പൂക്കളാണ്. ഒരു പ്ലാനും അല്ല, പ്ലാൻ ചെയ്തിട്ടില്ല, ഒന്നും ചോക്ക് കൊണ്ടൊന്നും വരച്ചിട്ടില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് ഞാൻ പൂക്കളിടുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാനിട്ടുകൊണ്ടിരിക്കുന്ന പൂക്കളം. ആദ്യമാണ് വീഡിയോ എടുക്കുക, ആദ്യം ഞാനെടുത്തു, പിന്നെ ഇതൊക്കെ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളിട്ട ഒരു കുഞ്ഞു പൂക്കളം. പൂക്കളിട്ട് ലാസ്റ്റ് അവറായപ്പോഴേക്കും നബു നല്ലോണം കരയാൻ തുടങ്ങി. പിന്നെ നബുവിന് ഉറക്കിയതിന് ശേഷം ഞാൻ വന്നിട്ട് ലാസ്റ്റ് ടച്ചപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴേക്കും കണ്ണനും ആദ്യം എല്ലാവരും ഉറങ്ങി കേട്ടോ. അങ്ങനെ പൂക്കളമൊക്കെ ഇട്ട് നമ്മൾ പിന്നെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേന്നാണ് നമ്മൾ എന്താ പറയുക, എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത്, പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു നമുക്ക് അടുത്തുള്ള മല്ലം അമ്പലത്തേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ, എൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ടായത്. പക്ഷേ നമ്മളെപ്പോഴും പോകുന്നൊരു ക്ഷേത്രമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് കാസർഗോഡിന് തന്നെ
ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട് അനന്തപുരം എന്ന് പറഞ്ഞത്. അവിടെയാണ് ഒരു ബബിയ എന്ന് പറഞ്ഞിട്ടൊരു മുതലയൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഉണ്ട്. ഒരു കുളത്തിന് നടുക്കാണ് ഈ ഒരു അമ്പലം ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ നമ്മുടെ ഹാപ്പി പോകണം പറയാനൊന്നുമില്ല, നമ്മളുടെ വീട്ടിൽ പോകണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം. ഈ ഇഷ്ടപ്പെടുന്നെങ്കിൽ അപ്പോൾ ആദ്യം എല്ലാവരും റെഡിയായി. രാവിലെ ഓണത്തിൻ്റെ ഒന്നാണ് ഇത്. രാവിലെ ആദ്യയുടെ ഓണക്കോടി എടുത്തിട്ടുണ്ട്. സ്കൂളിൽ പോയി ഇട്ട പട്ടോടെ തന്നെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് മാമനും അച്ഛനൊക്കെ കൂടി ചേർന്ന് ഫോട്ടോ എടുക്കേണ്ട സീനാണ് ഈ കാണുന്നത്. അപ്പോൾ കണ്ണനാണ്. അതിനിടയിൽ നബു വന്നിട്ട് നമ്മുടെ പൂക്കളം നശിപ്പിച്ചു ഗൈസ്. പൂക്കളം തോണ്ടി മാറ്റി കുറച്ച് പൂക്കളം അവിടെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒരു ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ട് തൂക്കണാണ് ഈ പരിപാടി കാണുന്നത്. അപ്പോൾ നബുവിൻ്റെ പരിപാടി ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ഒന്നും ചെയ്തില്ല കേട്ടോ, അതങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ പോവാണ്. അനന്തപുരം എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോകണമെന്നല്ലായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല ഒരു വൈബാണ് അവിടെ, നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് അവിടെ എത്തുമ്പോഴേക്കുള്ളത്. അങ്ങനെ നബുവിൻ്റെ ഓണക്കോടിയൊക്കെ ഇട്ട് നബു റെഡിയായി. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി. പിന്നെ എൻ്റെ അമ്മ വന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കാൽവേദനയാണ്. വണ്ടിയിൽ തന്നെ കുറേ ഇരുന്ന് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ അവിടെ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ കാൽവേദന കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് അമ്മ തന്നെ പറഞ്ഞ് വരുന്നില്ല എന്ന്. അപ്പോൾ കുറച്ചും കൂടി അമ്മ സുഖമായതിന് ശേഷം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനും കുട്ടീസും എൻ്റെ അനിയനും ഹസ്ബൻഡും ഇളയമ്മയും കൂടിയാണ് പോയത്. അപ്പോൾ ഈ പറഞ്ഞ അനന്തപുരം എന്ന് പറഞ്ഞ അമ്പലത്തിനെ പറ്റി ഞാൻ കേട്ടത് മാത്രമല്ല കേട്ടോ. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ നമുക്കതിനെപ്പറ്റി ഒരു ഹിസ്റ്ററി ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കോളേജിൽ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് യൂട്യൂബിലായാലും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഒരുപാട് ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു അതിശയമായിരുന്നു, ഒരു അമ്പലത്തിൽ ഇത്ര വർഷങ്ങളായിട്ട് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മുതല ഉണ്ടെന്നൊക്കെ പറയാം. പിന്നെ ആ മുതല ഈ ഇടയ്ക്കാണ് അത് ചത്തത്. അപ്പോൾ അതിന് ശേഷം ഒരു മുതലക്കുഞ്ഞ് ആ കുളത്തിൽ കാണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര അതിശയമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു പ്ലേസിലെത്തിയതിന് ശേഷമുള്ള കാര്യം കണ്ടില്ലേ, ഇവിടെയൊക്കെ വെള്ളമുണ്ട്. അതിനടുക്കാണ് അമ്പലം ഉള്ളത്. ഒരു പ്രത്യേക ഒരു സുഖമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം. നല്ല ഒരു എന്താ പറയുക, പ്രത്യേക ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബില്ലേ, അങ്ങനെ ഫീലായി. നല്ല രസം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ആർക്കെങ്കിലും വരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരണം. കാസർഗോഡിൽ അനന്തപുരം എന്ന് പറയുന്ന ഒരു അമ്പലത്തിലേക്ക്. നമുക്ക് ശരിക്കും പറഞ്ഞ് നോക്കുമ്പോൾ അത്ര വലിയ ദൂരമൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ചെന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നുണ്ടായില്ല. അത്രയ്ക്കൊരു തണുപ്പും നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. വീഡിയോ ഒന്നും എടുക്കാനായിട്ട് അവിടെ അലൗഡ് ഇല്ല. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളത് കണ്ടില്ല കേട്ടോ. കുറച്ചൊക്കെ എടുത്തായിരുന്നു, പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കൊരു കൗതുകമല്ലേ അവിടെ ചെല്ലുമ്പോഴും ഇതെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു കൗതുകമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ മുതലിനെ കാണാൻ കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ എങ്ങും മുതലിനെ കണ്ടില്ല. പക്ഷെ നിറയെ മീനുകളുണ്ട് കേട്ടോ. ചെറിയ മീനുകളും വലിയ മീനുകളും എല്ലാം ഉണ്ട്. പിന്നെ ഈ മുതലാന്ന് പറയുന്നത് ഒരു പ്യുവറായിട്ടുള്ളൊരു വെജിറ്റേറിയൻ മുതലാണ്. അപ്പോൾ അമ്പലത്തിൽ ഉണ്ടാക്കുന്ന നൈവേദ്യം മാത്രമേ ഈ മുതല കഴിക്കൂ കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിൽ കണ്ടില്ലേ മുണ്ടൊക്കെ എടുത്ത് നടക്കണത്. മുണ്ടെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം സ്കൂളിൽ ഓണപ്പരിപാടിക്ക് മുണ്ടെടുത്തായിരുന്നു. അന്ന് തന്നെ മടിയായിട്ടാണ് ഉടുത്തത്. പിന്നെ അമ്പലത്തിൽ പോവല്ലേ, ഓണല്ലേ, ഉടുക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഒഴിപ്പിച്ചാണ്. പക്ഷെ ഒട്ടും കൂട്ടാക്കണില്ല. എനിക്ക് പാൻറ്റ് മതി, എനിക്ക് നിക്കർ മതി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമ മുണ്ടെടുക്ക്, നമ്മൾ അമ്പലത്തിൽ പോവല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് അവൻ കൊടുത്തു. അങ്ങനെ നമ്മൾ തെകണില്ല അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ നടക്കുന്ന ഏരിയയൊക്കെ കുറച്ച് സ്ലിപ്പാകും. മഴയൊക്കെ വന്നിട്ട് നല്ല പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് തോന്നി അമ്മ വരാത്ത നന്നായി, വന്നെങ്കിൽ ഭയങ്കര പാടാണ്, നമുക്ക് നടക്കാൻ ഒട്ടും വയ്യ. അങ്ങനെ ഞങ്ങൾ കുറേശ്ശൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഒരു അമ്പലമാണിത്. അപ്പോൾ അനിയനും ഉണ്ടായിരുന്നു കൂടെ. അവന് വലിയ ഇഷ്ടമായിട്ട് അവിടെ വന്നപ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാസർഗോഡിൽ ഒത്തിരി എന്താ പറയുക, ഇങ്ങനെ ഐതിഹ്യങ്ങളുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതുപോലെ കാസർഗോഡിൽ നമുക്ക് അടുത്തായിട്ട് തന്നെ ഒരു അടുക്കത്ത് ബയൽ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് കേട്ടോ. അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ മുതലയ്ക്ക് പകരം ആമയാണ് ആ ഒരു അമ്പലത്തിലുള്ളത്. അവിടെ നമ്മൾ ആമയ്ക്കാണ് ഇങ്ങനെ നൈവേദ്യമൊക്കെ കൊടുക്കുന്നതും. അതും ഒരു കുളത്തിന് നടുക്കായിട്ടൊരു എന്താ പറയുക, ഒരു
ചെറിയൊരു സ്ഥാനം എന്നൊക്കെ പറയില്ല, അങ്ങനെയുണ്ട്. ഇത് കുളത്തിന് നടുക്ക് അമ്പലമല്ലേ, സെയിം അത് ആ ഒരു ക്ഷേത്രം അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോഴേ ഒരു പ്രത്യേക വൈബാണ്, പ്രത്യേക ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജിയാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങളുടെ കൂടെ വന്ന എൻ്റെ അനിയനും പിന്നെ എൻ്റെ ഇളയമക്കും എല്ലാവർക്കും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട്. ഇളയമക്ക അവരുടെ സ്വന്തം നാടാണ്, പക്ഷെ എന്നിട്ട് പോലും അവർ പോയിട്ടുണ്ടായിരുന്നില്ല പറയുമ്പോൾ എനിക്ക് അതിശയമായിട്ടാണ്. അപ്പോൾ ഇതാണ് അവർക്ക് കിട്ടിയ ഒരു ചാൻസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. തിരിച്ചു വരുമ്പോൾ മധൂർ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, ഗണപതി. അതും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം തന്നെയാണ്. അവിടേക്ക് കയറാമെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് തിരക്ക് കാരണം ഒട്ടും പറ്റിയില്ല. പിന്നെ നമ്മൾ വേഗം വീട്ടിൽ തിരിച്ചെത്തി. സദ്യയൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലുള്ളൊരു സദ്യയായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റായിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയ സദ്യ ആയിരുന്നു. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള സദ്യയൊക്കെ ഉണ്ടതിന് ശേഷം നമ്മൾ വൈകിട്ട് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോയി. പിന്നെ രാത്രി നമ്മൾ ടൗണിൽ പോയിട്ട് ഒരു കഫേയിലൊക്കെ പോയിട്ട് കുറച്ച് പാർസലൊക്കെ മേടിച്ച് ഓണത്തിൻ്റെ രാത്രി നമ്മൾ അങ്ങനെ ആക്കി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇത്തവണത്തെ ഓണം ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ ഓണം എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം. ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മളുടെ ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ.